ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം, മെട്രോ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾഡ് തിരൂർ. കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കുമൊപ്പം മുസ്ലിം ലീഗ് കൗൺസിലർമാരുടെ ഉല്ലാസയാത്ര. ഇതുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് എസ് ഗിരീഷ് പറഞ്ഞു. നഗരസഭാ ഭരണത്തിന് നേതൃത്വം നൽകുന്നത് കരാറുകാരും ഉദ്യോഗസ്ഥരുമാണെന്ന് പ്രതിപക്ഷം നേരത്തെ പറഞ്ഞിരുന്നതാണ്. ഇത് ശരിവെക്കുന്ന രീതിയിലാണ് ഈ ഉല്ലാസയാത്രയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ നഗരസഭയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ ലജ്ജാവഹമായ രീതിയിൽ നഗരസഭയിലെ കരാറുകാരെല്ലാവരും ചേർന്ന് നഗരസഭയിലെ ഉദ്യോഗസ്ഥന്മാരെ ടൂറ് കൊണ്ടുപോയിരിക്കുകയാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരും കരാറുകാരും മാത്രമല്ല, നഗരസഭയിലെ ഭരണപക്ഷ കൗൺസിലർമാരും ഒക്കെ ചേർന്ന് ഉല്ലാസയാത്ര പോവുകയാണ്. അപ്പോ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന വിവരം, എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ എസ്റ്റിമേറ്റ് സംഖ്യ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതിനും അതുപോലെ തന്നെ കരാറുകാരുടെ ബില്ലൊക്കെ വളരെ വേഗത്തിൽ പാസ്സാക്കുന്നതിനും വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കാനും ആ സ്വാധീനത്തിന് വഴങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരും അതിന് കുടപിടിക്കുന്ന മുസ്ലിം ലീഗിന്റെ നഗരസഭാ കൗൺസിലർമാരും ചേർന്നാണ് ടൂറ് പോയിട്ടുള്ളത്. അങ്ങനെ ടൂറ് പോയി എന്ന് മാത്രമല്ല, ആ ടൂറിന്റെ ഗ്രൂപ്പ് ഫോട്ടോ അവരുടെ എല്ലാവരുടെയും സ്റ്റാറ്റസായി ഇന്നലെ വരുമ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത്. ഇത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയമാണോ എന്ന് അവർ വ്യക്തമാക്കണം. ഞങ്ങൾ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥന്മാരും ഭരണപക്ഷ കൗൺസിലർമാരും ഏജന്റുമാരും ചേർന്ന് ഒരു മാഫിയയാണ് തിരൂർ നഗരസഭയുടെ ഭരണത്തെ നയിക്കുന്നത് എന്ന് പറഞ്ഞ കാര്യം ശരിയാണ് എന്ന് തെളിയിക്കുന്നതാണ് ഈ യാത്ര. കരാറുകാരുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തികൾ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇതാ വന്നിട്ടുള്ള വിവരം, തിരൂർ മാർക്കറ്റിനകത്ത് നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ഒരു ബിൽഡിങ്ങിന് വർഷങ്ങളായി സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി നഷ്ടമായിട്ടുണ്ട്. ആ ബിൽഡിംഗ് റെയിൽവേ വികസനത്തിന്റെ ഭാഗമായി പൊളിച്ചു നീക്കണം എന്ന് റെയിൽവേ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ 35 ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് അവിടെ ട്രസ് വർക്ക് നടക്കുന്നത്. ഈ നഗരസഭയുടെ പൊതുഖജനാവിലെ പണം കരാറുകാരന്റെ പോക്കറ്റിലെത്തിച്ച് കമ്മീഷൻ പറ്റുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ പറയുന്നതിന് ദൃഷ്ടാന്തമായിട്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നു, പക്ഷേ വസ്തുതകൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം എതിരായിട്ടാണ് ഞങ്ങൾ ഈ സമരവും മറ്റു പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.